അങ്ങനെ നടന്നൊരു വഴിയായി വന്നപ്പോഴത്തേക്ക് നമുക്ക് കറുത്ത് ഉപ്പ് സോഡ കിട്ടിയിട്ടു. അപ്പോൾ അത് അങ്ങനെ ഫോട്ടോ വെച്ച് വന്നിറങ്ങിയിരിക്കുകയായി. അങ്ങനെ എറണാകുളം സൗത്തിൽ വീണ്ടും വന്നിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ട്രെയിൻ വീഡിയോ ചെയ്യാനാവുന്നു. അല്ല, ട്രെയിൻ വീഡിയോ ചെയ്യാനല്ല കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഈ വട്ടം നമ്മൾ വ്യത്യസ്തമായിട്ട് നമുക്ക് കൊച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ ഈ കിട്ടുന്ന ഒരു സമയപരിധിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെയൊക്കെ ചെന്ന് കാണാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ മാക്സിമം ചെന്ന് അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഞാനിപ്പോൾ സൗത്തിൽ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്കായിട്ട് ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു. പുറത്ത് പോയിട്ട് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് എങ്ങനെയുള്ള ഞാൻ അപ്പോൾ പറയാം ഗൈസ്. അപ്പോൾ കൊച്ചി എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് നടക്കാനുള്ള ദൂരത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടെന്നാണ് പറഞ്ഞാൽ, പള്ളിമുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 800 മീറ്റർ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കട്ടെ, ഓട്ടോറിക്ഷ ചേട്ടൻ വല്ലാണ്ട് റേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നടക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഊബർ എടുക്കും. എന്നാണ് നോക്കിയിട്ട് ചെയ്യാം. ബാക്കിയുള്ള ഞാൻ അവിടെ പോയിട്ട് എങ്ങനെ എത്തിയെന്നുള്ളത് പറഞ്ഞുതരാം. അങ്ങനെ സൗത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ വന്നത് അംബിസാമിസിലാട്ടോ. ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അംബിസാമിസാണ്, പള്ളിമുക്കുള്ള അംബിസാമിസിലേക്കാട്ടോ വന്നത്. സ്റ്റേഷനിൽ നിന്ന് ഒരു 1 കിലോമീറ്ററിന് താഴെ അത്രേ ഉള്ളൂ സൗത്തിൽ നിന്ന്. അപ്പോൾ ഇനി ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് അകത്ത് കയറാണ്. നല്ല വിശപ്പുണ്ടാവുകൊണ്ട് ഞാൻ ഭക്ഷണം ഇപ്പൊന്നും ഷൂട്ട് ചെയ്യേണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ. അങ്ങനെ അംബിസാമീസിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. ഭക്ഷണം കൊള്ളാം, എന്താ പറയുക, ഒരു ആവറേജ് തന്നെ പറയുള്ളൂ. ഞാൻ കഴിച്ചത് പൊങ്കലും വടയാണ്. വടയൊക്കെ കുറച്ച് എന്താ പറയുക, ചൂടൊന്നും ഉണ്ടായില്ല. പിന്നെ പൊങ്കൽ കുഴപ്പമുണ്ടായിരുന്നില്ല, സാമ്പാറും കൊള്ളായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷനിൽ ഫോർട്ട് കൊച്ചി പോകാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഇനിയിപ്പോൾ എവിടെ നിന്ന് ബസ് കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അത് കയറി നമുക്ക് പതുക്കെ അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ പള്ളിമുക്കിൽ നിന്ന് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബസ് കിട്ടുന്നതാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒന്ന് റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് ഫോർട്ട് കൊച്ചിക്കുള്ള ബസ്സായി. നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഒരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിന് മുന്നിൽ തന്നെ കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഫോർട്ട് കൊച്ചി ബസ് കയറേണ്ടത്. ഞാൻ നേരത്തെ റോഡ് ക്രോസ് ചെയ്ത് പോയത് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ആയിട്ടാണ്. അപ്പോൾ തിരിച്ച് ഞാൻ വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ബസ്സിന് വെയിറ്റ് ചെയ്യാം. ബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് കയറിയിട്ട് കാണാം. പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫോർട്ട് കൊച്ചി ബസ് കിട്ടില്ല കേട്ടോ. വെല്ലിംഗ്ടണിൻ്റെ ബസ്സാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഓൾഡ് ഹാർബർ ടെർമിനൽ സ്റ്റേഷൻ ആദ്യം എടുക്കാമെന്ന് വെച്ചിട്ട് ബസ്സിൽ കയറിട്ടോ. 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആയത്. ഒരു 45 മിനിറ്റോളം എടുത്തു കേട്ടോ അവിടെ എത്താനായിട്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ സെറ്റായിരുന്നപ്പോഴത്തേക്കും നമുക്ക് പള്ളുരുത്തി പാലം വന്നു കേട്ടോ. അപ്പോൾ പള്ളുരുത്തി പാലത്തിൻ്റെ നമ്മൾ വലത്ത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേവല്യാർഡിൻ്റെ ഇതാട്ടോ കാണാം, ഷിപ്പ് ചെയ്താണ് കാണാം. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് നോക്കി വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും നമുക്ക് ഒരു പരുന്തിൻ്റെ ഒരു പറക്കണ ഒരു ക്യാപ്ചറിങ് ചെറുതായിട്ടൊന്ന് കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പതുക്കെ ഈ ഷൂട്ടൊക്കെ ചെയ്ത് ഞാനൊന്ന് യാത്ര ആസ്വദിച്ച് വരുമായിരുന്നു കേട്ടോ. പക്ഷേ ചെന്ന് അത്ര ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് തന്നെ യാത്ര തുടരാൻ പറ്റി. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ഥലമായ ഓൾഡ് ഹാർബർ ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു അബാൻഡൻ റെയിൽവേ സ്റ്റേഷനാണ്. പണ്ട് കാലത്ത് ഇവിടെ നിന്നൊക്കെ തന്നെയായിരുന്നു എല്ലാ സ്ഥലത്തേക്കും കേരളത്തിൽ നിന്ന് ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇത് 1932 ഈ സ്റ്റേഷൻ സ്ഥാപിതമായത്. പക്ഷേ ഇവിടെ നിന്ന് സർവീസൊക്കെ തുടങ്ങിയത് 1943 അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് 17 സ്ഥലങ്ങൾക്കായിരുന്നു ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. നമ്മുടെ മെയിൻ ആൾക്കാരെ മഹാത്മാഗാന്ധിജിയും വിവേകാനന്ദ സ്വാമികളൊക്കെയും എന്താ പറയുക ഇവിടെ വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചരിത്രമുള്ള ഒരു സ്റ്റേഷനാണ്. ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ട്രെയിൻ സർവീസസ് പോലും ഇല്ല. ഒരു അബോണ്ടൻ സ്റ്റേഷനായിട്ടാണ് ഇതുള്ളത്. ഇതാട്ടോ നമ്മുടെ അബൻഡൻ്റായ റെയിൽവേ സ്റ്റേഷൻ. പണ്ടൊരു സമയത്ത് ഇവിടെ നിന്ന് എത്ര ട്രെയിനുകളാണ് സർവീസ് നടത്തിയിരുന്നത് അറിയോ, ഓരോ സ്ഥലങ്ങൾക്കായിട്ടും. ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടിരിക്കുക. ഇപ്പോൾ എറണാകുളം ജംഗ്ഷനും പിന്നെ 2013 ഇവിടെ ട്രെയിൻ ആകെ മൊത്തം സർവീസ് നിർത്തിയത്. നമ്മുടെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനൊക്കെ വന്ന സമയം മുതൽ തന്നെ ഇവിടെ അധികം ട്രെയിനുകൾ പ്രിഫറൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2013 മറ്റേ ഷിപ്പ് യാർഡ് സ്റ്റേഷൻ വന്നപ്പോൾ ഇവിടെ നിന്ന് കംപ്ലീറ്റ്ലി നമ്മുടെ എന്താ പറയുക ട്രെയിൻ സർവീസസ് മൊത്തം നിർത്തി. ആ ഒരു സമയം നമ്മളത്തേക്ക് ഇവിടെ എല്ലാം കഴിഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ ഈ കിടക്കണ കണ്ടില്ലേ, ഇവിടെ നിന്നൊക്കെ ട്രാക്ക് പോലും കാണില്ല. നമുക്ക് മൊത്തം പുല്ലൊക്കെ നിറഞ്ഞ് ആകെ മൊത്തത്തിലൊരു അവസ്ഥയായിട്ടായിരിക്കണത്. ഈ സ്റ്റേഷൻ ഇങ്ങനെ കാണുന്നത് കിടക്കുമ്പോൾ തന്നെ എന്തോ പോലെ കേട്ടോ, ഒരുമാതിരി ആകെ കാട് പിടിച്ച്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താ പറയുക ആ പാലൊക്കെ എൻജോയ് ചെയ്ത് നേരെ ട്രെയിൻ അങ്ങനെ പോകുന്നതാണായിരുന്നു. പക്ഷെ ഒരു കാലത്ത് പണ്ടത്തെ ട്രെയിനുകളും അതെ ഇപ്പോൾ ഇവിടെ ബ്രോഡ് ഗേജ് ആക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അതുവരെ ഇവിടെ സർവീസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമുക്ക് ഇവിടെ നിന്നൊരു മെമു സർവീസ് പോലെ നടത്തിയിരുന്നു. പക്ഷെ അതും ഈ ഷിപ്പ് യാർഡിൻ്റെ സ്റ്റേഷൻ വന്നപ്പോഴത്തേക്കും സ്റ്റോപ്പ് ആക്കിയിട്ടു. ആക്ച്വലി ഇവിടെ നമുക്കൊരു എന്താ പറയുക ഒരു 15-16 കോച്ച് വരെ കേപ്പബിളായിട്ട് ട്രെയിൻ നിർത്താനുള്ള ഒരു സ്റ്റേഷനാട്ടോ, കപ്പാസിറ്റിയുള്ള ഒരു സ്റ്റേഷനാണ്. പക്ഷെ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെ മൊത്തത്തിലൊരു വിഷമം, കാടൊക്കെ പിടിച്ച് നമ്മുടെ മഹാത്മാമാരൊക്കെ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണെന്ന് കാണുമ്പോൾ തന്നെ ഒരു വിഷമമാണ് ഈ അവസ്ഥയിരിക്കണതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഒരു ചെറിയ വെയിറ്റിംഗ് ഹോളും 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്നാൽ പോലും ഒരു ചരക്ക് ഗതാഗതത്തിനും എല്ലാത്തിനുമായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള സ്റ്റേഷൻ തന്നെയായിരുന്നു അത്. ആദ്യം പാസഞ്ചർ ട്രെയിൻ പോകുന്ന സമയമായിരുന്നെങ്കിലും
പിന്നീട് നമുക്കിവിടെ ചരക്ക് ഗതാഗതം വന്നു. ഞാൻ പറഞ്ഞ പോലെ തിരുവനന്തപുരം ഡിവിഷൻ്റെ കീഴിലായിട്ട് റെയിൽവേ സ്റ്റേഷൻ വന്നിരുന്നത്. ഇവിടെ നിന്ന് മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 17 ട്രെയിൻ സർവീസ് നടത്തിയിട്ടുണ്ട്. ആ 17 ട്രെയിനുകൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ മൊത്തത്തിൽ എല്ലാ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് ഇങ്ങനൊരു അബോണ്ടൻറ്റ് സ്റ്റേഷനായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഈ സ്റ്റേഷനൊക്കെ ഇങ്ങനെ അബാൻഡൻ്റായിട്ട് കിടക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. ശരിക്കും ഇതൊക്കെ നമുക്ക് ഗവൺമെൻറ് വേണമെങ്കിൽ ഒന്ന് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് നല്ലൊരു റെയിൽവേ സ്റ്റേഷനായിട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു ടോയ് ട്രെയിൻ പോലെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാവും. ഇവിടെ നിന്ന് ഒരു ഡെയിലി സർവീസൊക്കെ നടത്തി കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി ഒരു ടൂറിസ്റ്റ് ഡെപ്പോ സ്ഥലമാക്കി എടുക്കാൻ പറ്റിയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അതാണ് ഇങ്ങനെ അബോണ്ടൻ്റായിട്ട് കിടക്കുന്നത്. ഒരു കാലത്ത് ഇവിടുത്തെ എന്തോരം ട്രെയിനുകളാണ് പോയി വന്നിരുന്നത്. ഇവിടുത്തെ ഫോട്ടോച്ചിലുള്ള ആൾക്കാർക്കും കൊച്ചിലുള്ള ആൾക്കാർക്കും പുറത്തു നിന്ന് ആർക്കായാലും നമുക്ക് ഇവിടെ നിന്ന് ഇത് കാണാൻ പറ്റും. അങ്ങനെ ഒരു നല്ലൊരു സ്ഥലമാണ് ഇത് മെയിനായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ. ഇവിടെ ഈ 2 പ്ലാറ്റ്ഫോം തന്നെ ഇവർക്ക് കുറേ തന്നെ ഇവിടെ റീഡെവലപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നല്ല വലിയ സ്ഥലങ്ങളാണ് ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഹോൾഡ് ഹാർബർ ടെർമിനൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ചെറിയ ചെറിയ ട്രെയിനുകൾ മറ്റേ സൗത്തിലേക്കും അതേപോലെ നോർത്തിലേക്കൊക്കെ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചി എന്നുള്ളവർക്ക് ബസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ട്രെയിൻ കണക്ടിവിറ്റിയിൽ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. അതേപോലെ ഇവിടെ മൊത്തത്തിൽ 2 ട്രാക്ക് അല്ല കേട്ടോ, 3 ട്രാക്ക് കാണാനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കണോടത്തിൻ്റെ അപ്പുറത്തൊരു ട്രാക്കുണ്ട്, അതിന് ശേഷം വേറൊരു ട്രാക്കും കൂടെ അവിടെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് റോഡാണ് കാണുന്നത്. ഇപ്പുറത്ത് കാണുന്നത് ഓരോ ഗോഡൗൺസ് ആണ്. എനിക്ക് തോന്നുന്നു FCI അങ്ങനത്തെ ഗോഡൗണുകളൊക്കെ ആവും തോന്നുന്നു. ഇവിടെ പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ നമുക്ക് കുറേ ഗോഡൗണിൻ്റെ ഫെസിലിറ്റീസ് ഇവിടെ കാണാണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റിൻ്റെ ശബ്ദവും പിന്നെ കാരണം നേവൽ ബേസ് ഇവിടെ അടുത്താണ്. സോ എല്ലാം കൊണ്ടും ഇവിടെ ഈ സ്റ്റേഷൻ ഒന്ന് പുനരാരംഭിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി എന്താ പറയുക ടൂറിസ്റ്റ് പറ്റിയൊരു സ്ഥലം തന്നെയാവും. ടൂറിസ്റ്റ് മാത്രമല്ല, ഇവിടെ നിന്ന് ചെറിയ ചെറിയ സർവീസുകൾ തുടങ്ങിയാൽ തന്നെ നല്ല ഉഗ്രൻ നമുക്കൊരു എന്താ പറയുക ഒരു അടിപൊളി ഒരു യാത്ര നമുക്ക് നടത്താൻ പറ്റും ഇവിടെ നിന്ന്. ഇപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, സൂം ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും റെയിലിൻ്റെ ഒരു ചെറിയ ഭാഗം. ഇവിടെ നിന്നും ഈ 2 പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ട്രെയിൻ വണ്ടി സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് മദ്രാസ് മെയിലൊക്കെ പോയിരുന്ന സമയത്തും ആ ട്രെയിനുകളൊക്കെ ഇവിടെ തന്നെ കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോർഡ് കാണാൻ പറ്റില്ലേ, കൊച്ചിൻ ഹോൾഡ് ഹാർബർ ടെർമിനൽ ബോർഡ്. ഈ ഒരു സ്റ്റേഷനായിരുന്നു പണ്ട് നമുക്ക് മെയിൻ. അതേപോലെ ഒരു സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ചെന്നൈ മെയിലൊക്കെ ട്രിവാൻഡ്രത്തിൽ നിന്ന് പോകുന്നതിനെക്കാട്ടും മുന്നേ കൊച്ചിൻ ഹാർബർ ടെർമിനസ് ചെന്നൈ സെൻട്രലായിരുന്നു കേട്ടോ ഈ മദ്രാസ് മെയിലും ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് മറ്റേ മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ട്രെയിനുകളൊക്കെ ഇവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയാണ് ഇവിടുത്തെ ട്രെയിനുകളൊക്കെ നേരെ വഴി തിരിച്ച് നമുക്ക് ട്രിവാൻഡ്രത്തോട്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് ടെർമിനൽസ് ആയിട്ട് അവിടെ നിന്ന് ട്രെയിനുകൾ പോയി തുടങ്ങിയിരുന്നത് കേട്ടോ. അതിന് മുന്നേ വരെ നമുക്ക് കൊച്ചി ഓൾഡ് ഹാർബർ ടെർമിനൽസിൽ നിന്നാണ് എല്ലാ മെയിൻ സ്ഥലങ്ങളിലോട്ടും ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 17 മേജർ ട്രെയിനുകൾ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ പതുക്കെ കാലക്രമേണ വരുന്തോറും ഇവിടുന്ന് ട്രെയിനുകളൊക്കെ നിർത്തി. പിന്നെ ഒരു സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു മെമു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഗുഡ്സ് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നു. പിന്നെ അത് നിർത്തിയപ്പോൾ ഷിപ്പ് യാർഡ് സ്റ്റേഷൻ വന്നതോടെ മൊത്തത്തിൽ അത് നിർത്തിച്ചിട്ട് ഇപ്പോൾ ഒരു അബാൻഡൻ സ്റ്റേഷനായിട്ടാണ് ഈ സ്റ്റേഷൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ കിടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സ്റ്റേഷനൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പണ്ട് ജയറാമൻ്റെ ഒരു സിനിമയിൽ ഈ ഹാർബർ ടെർമിനൽ സ്റ്റേഷൻ പണ്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടോ. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ചെറിയ ട്രെയിനുകളൊക്കെ ഇവിടെ സർവീസ് നടത്തിയിരുന്നു. ഗുഡ്സ് പോലത്തെ ഫ്രൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഇത് പക്ക എന്താ പറയുക ഒരു അബാൻഡൻ സ്റ്റേഷൻ തന്നെയാണ്. സിനിമ ഷൂട്ടിങ്ങിനും കാര്യങ്ങളും അതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ വന്നവന്ന് ഈ സ്റ്റേഷൻ ചെറിയ വിസിറ്റൊക്കെ നടത്തിയിട്ട് പോകുന്നല്ലാണ്ട് വേറെ ഇപ്പോൾ ഈ സ്റ്റേഷനിൽ മെയിനായിട്ട് ഒന്നും ഇല്ല കേട്ടോ പറയാനായിട്ട്. എന്താ പറയുക ഒരു കുഞ്ഞ് സ്റ്റേഷൻ. അന്ന് കാലത്ത് ഒരു ടെർമിനൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. 2 പ്ലാറ്റ്ഫോമും 3 ട്രാക്കും ആയിട്ടുള്ള ഒരു സ്റ്റേഷനാട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും തന്നെ അന്നത്തെ കാലത്ത് വലിയൊരു സംഭവം ആയിരുന്നു ആക്ച്വലി പറഞ്ഞാൽ. എല്ലാവർക്കും ഈ ടെർമിനൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ട്രെയിൻ വന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാട്ടോ. അതിൻ്റെ ഇതായിട്ടാണ് നമുക്ക് അറ്റത്ത് കാട് പിടിച്ച് കിടക്കുന്ന ഇടയിൽ കാണുന്നത്. ഇവിടെ വന്ന് പണ്ട് ടെർമിനേറ്റ് ചെയ്തിട്ടാണ് ട്രെയിൻ ഇവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ട്രാക്കുകളൊക്കെ ഒന്ന് നമുക്ക് മര്യാദയ്ക്ക് ഒന്ന് ക്ലിയർ ആക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് തന്നെ ട്രെയിൻ സർവീസ് നടത്താം. ഒരു ടൂറിസത്തിനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു സ്റ്റേഷൻ തന്നെയായി മാറും. ഇത് നല്ല ഭംഗി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കെന്തോ ഇവിടെ നിന്ന് ഇത് കാണുമ്പോൾ പിന്നെ വിഷമമാണ് മൊത്തത്തിൽ. ഇവിടുത്തെ ഇപ്പോൾ ഈ സ്റ്റേഷൻ മാനേജർ റൂമിലൊന്നും ആരുമില്ല. ഒരു കാലത്തൊക്കെ ഇവിടെ നിന്നൊക്കെ ആയിരുന്നു ട്രെയിനിൻ്റെ ടെർമിനേഷൻ ആയതുകൊണ്ട് ഇവിടെ നിന്നാണ് സിഗ്നലും കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുത്ത് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ എന്താ പറയുക ആകെ ഒരു അടച്ചിട്ടൊരു ബിൽഡിങ് പോലെയായി. ഇതൊക്കെയായിരുന്നു എൻക്വയറി സെൻറ്ററും എല്ലാം പോലെ തന്നെയായിരുന്നു. ഇപ്പോഴും ഇവിടെ റിസർവേഷൻ ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതായിരുന്നു പണ്ട് സ്റ്റേഷൻ്റെ ഒരു കയറി വരുന്നൊരു എൻട്രൻസ്. ഇതുപോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തോണ്ടിരുന്നത്. ഇവിടെ ഇപ്പോഴും കണ്ടോ ട്രെയിൻ ടൈമിങ്സ് ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് കണ്ടോ. കൊച്ചിൻ ഷൊർണൂർ 7 മണി, അതുപോലെ കൊച്ചിൻ ഷൊർണൂർ 5:10, അതുപോലെ ഷൊർണൂർ കൊച്ചിൻ 8:45 ഇവിടെ തിരിച്ചെത്തുന്ന ട്രെയിൻ, അതുപോലെ ഷൊർണൂർ കൊച്ചിൻ 8:40 രാത്രി എത്തുന്ന ട്രെയിൻ. അങ്ങനെ പല പല ടിക്കറ്റ് ഫെയറുകളും പഴയ സ്റ്റേഷൻ്റെ അതേ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഒരു മാറ്റം വരുത്താണ്ട് തന്നെ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസർവേഷൻ കൗണ്ടർ അവൈലബിൾ ആട്ടോ. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഇവിടെ ടിക്കറ്റ് റിസർവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ 1943 സ്ഥാപിതമായ റെയിൽവേ സ്റ്റേഷനിൽ ലാസ്റ്റ് ട്രെയിൻ റൺ ചെയ്തത് 2013 2013 ശേഷം ഇവിടെ നിന്ന് മേജർ ട്രെയിനുകളൊന്നും പോയിട്ടില്ല. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു മെമു എന്തോ കുറച്ച് കാലം എറണാകുളം വരെ ഓടിച്ചിട്ടുണ്ടെന്നുള്ളൊരു കേട്ടേൾവി ഉണ്ട് കേട്ടോ. അതും വലിയ ഉറപ്പില്ല. പിന്നെ നമുക്ക് ഗുഡ്സ് ഗതാഗതം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ വല്ലാർപാടം ടെർമിനൽ സ്റ്റേഷൻ വരുന്നവരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്റ്റേഷൻ മൊത്തത്തിൽ ഇങ്ങനെയായി, പുല്ലും കാടും ഒക്കെ പിടിച്ച ഒരു അബാൻഡൻ്റ് ആട്ടോ. നമുക്ക് കയറി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്രത്തോളം ഈ സ്റ്റേഷൻ്റെ ഇതുണ്ടെന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഫോട്ടോ വെച്ച് വന്നിറങ്ങിയിരിക്കുക. ഇനി ഞാനിപ്പോൾ നേരെ നടക്കാൻ പോകുന്നത് ബീച്ച് സൈഡിലോട്ടാട്ടോ. ബീച്ച് സൈഡിൽ നടന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ബീച്ച് ഒന്ന് കവർ ചെയ്ത് അവിടെ നമുക്ക് കടകളൊക്കെ ഒന്ന് നോക്കി പതുക്കെ ഒന്ന് അവിടെ ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് നമുക്ക് പതുക്കെ ഓരോ സ്ഥലങ്ങളായിട്ട് പോവാം. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് ആദ്യം അവിടെ എന്തെങ്കിലും ചായ ഒന്നും കുടിക്കാൻ പറ്റുന്നു. അവിടെ ചായ അല്ല ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയാണെങ്കിൽ അതൊന്ന് കുടിച്ചിട്ട് നമുക്ക് പതുക്കെ ഫ്രണ്ടിലോട്ട് നീങ്ങാം. ഇതിനോട് ഇങ്ങനെ മൊത്തം സ്റ്റോളുകളാട്ടോ. ഞാൻ ഇതിന് മുന്നേ എപ്പോൾ ഫോട്ടോ വെച്ച് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങാറ്. ഇവിടെ നിന്ന് ഞാനിങ്ങനെ തുടങ്ങി നേരെ ബീച്ച് സൈഡൊക്കെ നടന്ന് അങ്ങനെ ഒന്ന് കണ്ടുവരുമ്പോഴത്തേക്ക് ഇവിടെ മറ്റേ സർബത്ത് കടയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ബജിക്കട, പിന്നെ ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ്. ഒരു വട്ടം ഞാൻ വന്ന സമയത്ത് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ എടുത്ത് മൊത്തം ഒരു കറക്കം കണങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നുമില്ല, ഇവിടെ നമ്മൾ നടന്ന് കാണാനുള്ള പ്ലാനാണ്. മൊത്തത്തിൽ നമ്മൾ നടന്ന് തന്നെ കാണും. ഇവിടെ നിൽക്കണ കാഴ്ച തന്നെ നല്ല അടിപൊളിയാട്ടോ. അറ്റത്ത് കണ്ടില്ലേ ബോട്ടൊക്കെ ഇങ്ങനെ വരുന്നൊരു ഞാൻ സൂം ചെയ്ത് കാണിച്ചു കേട്ടോ. ചെറിയൊരു ചേട്ടൻ മീൻ പിടിക്കാനായിട്ട് പോയിട്ട് വരുന്നൊരു കാഴ്ച കേട്ടോ നമുക്ക് കിട്ടണത്. പിന്നെ ഇവിടെ നെറ്റ് കെട്ടാനായിട്ട് ഇവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് ജങ്കാറിൽ നിന്ന് നമുക്ക് മറ്റേ ഫെറി പോകുന്നതും അതേപോലത്തെ സർവീസുകളൊക്കെ ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഒരു 6 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി സൺസെറ്റ് കിട്ടും. കുറച്ച് നേരം അവിടെ മീൻ പിടിക്കാൻ നിൽക്കുന്നുണ്ട്, കുറച്ച് നേരം അവരെ പണി നോക്കി നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല അടിപൊളിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേട്ടന്മാർ സെറ്റായിരിക്കുകയാണ് വലയിട്ടിട്ട് കേട്ടോ. ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വന്നാലും പിന്നെ ഇതേപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ കണ്ടംകുടി കുമ്പളങ്ങിലൊക്കെ പോയാൽ നമുക്ക് നല്ലോണം ഈ കാഴ്ചകൾ കിട്ടും കേട്ടോ. ഇതേപോലെ തന്നെ അപ്പുറത്തെ ചേട്ടനെ അവിടെ എല്ലാം റെഡിയാക്കുകയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചയൊക്കെ ഞാൻ എടുത്തിട്ട് നേരെ ഞാൻ ഫ്രണ്ടിലോട്ട് പോകാട്ടോ. ബീച്ച് നോക്കിയിട്ടാണ് പോണത്. ആ ബീച്ചിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറ്റത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഷിപ്പുകൾ ഡിപ്പാർട്ടായി പോകണതാണ് കേട്ടോ. ആ ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഷിപ്പുകളും പിന്നെ അതേപോലെ തന്നെ ഫ്ലൈറ്റ് കൊണ്ടുപോകുന്ന ഷിപ്പുകളും അതെല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ ഡിപ്പാർട്ടായി പോകുന്ന കാഴ്ച എടുക്കാൻ പറ്റും. അതിപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. ഒരു വട്ടം ഞാൻ രാവിലെ അല്ല വൈകിട്ട് വന്ന സമയത്ത് എനിക്ക് ഒരു 6:30 ആ സമയത്തൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വന്ന ഈ ഏരിയയിൽ കൂടെ ഞാൻ നേരെ നടന്നു കഴിഞ്ഞാൽ അറ്റത്ത് നിന്ന് നമുക്ക് ബീച്ചിലേക്ക് കയറാനുള്ള ഷോർട്ട് കട്ടാട്ടോ. ബീച്ചിൽ അങ്ങനെ നമ്മൾ കയറിയതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നടന്നിട്ട് നമ്മളൊരു അടിപൊളി വഴിൻ്റെ അകത്തേക്ക് കയറും. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം വീടുകളും പഴയ എന്താ പറയുക ഫ്രഞ്ച് ടൈമിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ സമയത്തുള്ള വീടുകളും അങ്ങനെ ഒരു വ്യൂസൊക്കെ നമുക്ക് കിട്ടും. ഇതന്നെ കണ്ടില്ലേ നല്ല പച്ചപ്പിൻ്റെ ഇടയിൽ ഈ വഴി കാണാൻ എന്ത് രസമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ചെറിയ മഴ കിട്ടി, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെറുതായിട്ട് ഇലകളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് വീണ് കിടക്കണത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ വീണ്ടും ഈ മീൻ പിടിക്കുന്ന ചേട്ടന്മാരെയും കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് മെയിൻ റോഡിലേക്ക് നമുക്ക് തിരിച്ചിറങ്ങാൻ മെയിൻ റോഡിലേക്ക് എത്താം. ഈ കാർണിവൽ വരുന്ന സമയത്താണ് കേട്ടോ ഫോർട്ട് കൊച്ചി മൊത്തത്തിൽ മാറുക. ഈ ഓൾഡ് ഹാർബർ ഹോട്ടലിൻ്റെ സൈഡും അതേപോലെ തന്നെ ആ സൈഡത്തെ റോഡും ഇല്ലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ലൈറ്റും കാര്യങ്ങളിട്ട് ഫുൾ ഫെസ്റ്റീവ് മോഡായിരിക്കും കേട്ടോ. ആ ന്യൂ ഇയർ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ട് കൊച്ചി ശരിക്കും ഒരു വൈബ് പിടിച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആ സമയത്തൊന്നും ഇത് കണ്ടാൽ ഒട്ടും മനസ്സിലാവില്ല എന്താ അവസ്ഥ എന്നുള്ളതൊന്നും, മൊത്തത്തിൽ മാറ്റാവും. അപ്പോൾ അതേ നാട്ടിൽ നിന്ന് നമ്മൾ ഏതാണ്ടൊക്കെ ബീച്ചിൻ്റെ അവിടെ എത്തുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ ചെറുകിട വ്യവസായക്കാരൊക്കെ കാണാം. അവരുടെ കച്ചവടമായിട്ട് ഡെയിലി ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. നമ്മൾ പോലെ പോകുന്നവർ വാങ്ങിയാൽ അവർക്ക് ഉപകാരമാകും. പക്ഷേ കുറേ റേറ്റൊക്കെ കയറ്റി പറയുന്ന സമയത്തൊന്നും ഞാനൊന്നും മേടിക്കാറില്ല കേട്ടോ അവരിൽ നിന്ന്. ചിലപ്പോഴൊക്കെ അവർ ഭയങ്കരമായിട്ട് മുതലെടുക്കാനും നോക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അതാണ് ഷിപ്പാണ്. നമുക്ക് അവിടെ നിന്ന് ഷിപ്പ് ഇങ്ങനെ ഡിപ്പാർട്ട് ചെയ്ത് പോകണമെന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു 6 മണിക്കൊക്കെ വന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നൊരു വ്യൂ അത് ഒന്നും പറയാനില്ല. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം. അവിടെ ഇവിടെ ആയിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് നാട് സെൻട്രൽ ഭാഗത്തായിട്ട്. പക്ഷെ ആ വ്യൂ ഒന്നും ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവർ മീൻ പിടിക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അന്ന് ഞാൻ വന്ന ഒരു 6:30 സമയം അതൊരു അടിപൊളിയായിരുന്നു. കുറേ ഷിപ്പ് ഡിപ്പാർട്ട് കണ്ടിരുന്നു. പിന്നെ നമ്മൾ അറ്റത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലൊരു ചെറിയൊരു പുലിമുട്ട് കേട്ടോ. പുലിമുട്ടൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു കുഴപ്പമില്ലാത്തൊരു വ്യൂ നമുക്ക് കിട്ടും. ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് വേറെ ബീച്ചിൻ്റെ ഒക്കെ ഓർമ്മകളാണ് വരണം. നമ്മൾ ആ ബീച്ചിൻ്റെ അറ്റത്ത് പോയി നിൽക്കുന്ന സമയത്ത് ഒരു വട്ടം എനിക്ക് വെള്ളം അടിച്ചിട്ട് ഫുള്ള് ഞാൻ നനഞ്ഞ്
ഒരു എന്താ പറയുക ഒരുമാതിരത്തെ അവസ്ഥയിലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ അലകളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് കൂളാണ്, നമുക്ക് ഷിപ്പ് പോയി വരുന്ന കാര്യങ്ങൾ കാണാനും പറ്റും, ഈ മീൻ പിടിക്കുന്ന ഈ കൾച്ചർ കാണാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിട്ടില്ല, അവിടെ നിന്ന് നമുക്ക് അങ്ങനെ പോയി നമുക്ക് പുറത്തോട്ട് ആ മെയിൻ റോഡിലേക്കും കിടക്കാം കേട്ടോ. ഈ എന്താ പറയുക വീക്കിലി ഒരു വീക്കെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ശരിക്കും ഒരു അടിച്ച് പൊളിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഈ ബീച്ച് സൈഡ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ചെറിയ ബീച്ചാണെങ്കിൽ പോലും ഇവിടെ മൊത്തം കടകളും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി തന്നെ എടുത്തിട്ടുണ്ട് ഇവിടെ. ഇന്നിപ്പോൾ വ്യാഴാഴ്ച ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും തിരക്കില്ല. അല്ലെങ്കിൽ ഈ സൈഡിലൊന്നും നമുക്ക് ഇങ്ങനെ മര്യാദയ്ക്ക് നടന്നു വരാൻ പോലും പറ്റില്ല സുഖമായിട്ട്. ഫുള്ള് തിക്കും തിരക്കും ബഹളമായിരിക്കും. പിന്നെ ഈ ഒരു മെയിൻ പോയിന്റ് ആട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലം. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ കിട്ടും. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഷിപ്പുകൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നുണ്ട്. പക്ഷേ വൈകിട്ടൊക്കെ ആവും ഡിപ്പാർച്ചർ മിക്ക നമുക്ക് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുക. ഈ ചെറിയ ചെറിയ കടക്കാരൊക്കെ ഇപ്പോൾ ജസ്റ്റ് തുറന്നു വരുന്ന സമയമായിട്ടുള്ളൂ. ഒരു ചെറിയ മഴ പെയ്തുകൊണ്ട് തന്നെ അവർ വീണ്ടും ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിരിക്കുക. പക്ഷേ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ എന്തായാലും തുറന്നു വരും. നടന്ന് നമ്മളിത് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിപ്പോൾ നടന്നു വരുമ്പോൾ കണ്ടതൊന്നും അല്ല, ഇത് കുറച്ചുകൂടെ നമ്മൾ ക്ലോസറായിട്ട് വരുന്ന വ്യൂ ആണ്. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഒരു ബോട്ടും ചെറിയ മീൻ പിടിക്കാനുള്ള 2 ചെറിയ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. കുറച്ച് മുന്നേ ഒരു വാട്ടർ മെട്രോ നമുക്ക് കിട്ടി. ഈ സൈഡിലോട്ട് വന്നാലാണ് ബീച്ചിൻ്റെ ഒരു മെയിൻ സെക്ഷൻ തന്നെ വരുന്നത്. ഇവിടെ നല്ല തിരക്ക് നമുക്ക് കാണാം. ആ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തും ഇവിടെ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. ഈ ഒരു ബീച്ചിൽ തിരക്കുണ്ട്. പക്ഷേ ഇതിൽ ബീച്ചിൽ നിന്ന് പ്രോപ്പറായിട്ട് വേണമെങ്കിൽ ചെറായിനെ പറയാം. പക്ഷേ ഇതും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം ആൾക്കാരെ അലോ ചെയ്യാനൊക്കെ ഇറങ്ങാനൊക്കെ അലോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കണ്ട പോലെ തന്നെ ഇവർ ഇറങ്ങണമെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവരുടെ സെക്യൂരിറ്റി ഫോഴ്സ് വന്നിട്ട് പറയുന്നുണ്ട് അധികം ഇറങ്ങരുത്, പ്രശ്നമാവുന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു വീക്കെൻഡ് അല്ലാത്തൊരു ചെറിയ തിരക്ക് ഇപ്പോൾ കാണാനുണ്ട്. ഇതിപ്പോൾ കടൽ കുറച്ചൊരു ഹാർഡാവുന്ന പോലെ തോന്നുന്നുണ്ട്. അലകൾ കുറച്ച് കൂടുതലായിട്ട് വരണത് അത് ആ കാറ്റിൻ്റെയും പിന്നെ ചെറിയൊരു മഴ ഇത്ര നേരം ഉണ്ടായിരുന്നു. ഒരു മഴ പൊടിഞ്ഞതിൻ്റെ തോന്നുന്നു കടൽ കുറച്ച് ഹാർഡാവണത്. എന്നാലും ഈ ഒരു ഏരിയ അത്ര ഒരു പ്രശ്നമില്ല. നമുക്ക് എന്താ പറയുക കാല് നനയ്ക്കാനൊക്കെ പറ്റും. ഇതേ ഒരു ചേട്ടൻ അവിടെ ദൂരെ കണ്ടില്ലേ മീൻ പിടിക്കണം. ഞാൻ ആ നേരത്തെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ആ ചേട്ടൻ്റെ അവിടെ ഒരു കാൽഭാഗം ഇറങ്ങിപ്പോയിട്ട് മീൻ പിടിക്കുകയാണ്. അവിടെ ഇതേപോലെ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളി തന്നെയാണ് ഈ ഒരു സൈഡ് വന്നു കഴിഞ്ഞാൽ. നമ്മൾ ആ സൈഡിൽ നിന്ന് കയറി ആ മെയിൻ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങനെ മറൈൻ ഡ്രൈവിൻ്റെ ഒരു ഫീലാട്ടോ കിട്ടണത്. നല്ല വാക്ക് പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. സൈഡിൽ മൊത്തം കടകളും നല്ല രസമുണ്ട് ഇവിടെ. ഞാൻ ഈ ഏരിയയിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. അതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കിടന്നിറങ്ങിയത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് മെയിൻ റോഡിൽ കയറാണ് പതിവ്. പക്ഷേ ഇത് നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. ഈ സൈഡിലേക്ക് ഞാൻ ആദ്യമായിട്ടോ വന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയുക ഒരു മിനി വർക്കല എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എവിടേക്കും ഒരു വർക്കലയുടെ ഒരു കട്ട്. ആ ഒരു ബീച്ചിൻ്റെ ഇതാണെങ്കിലും ഇങ്ങനെ കല്ല് കൂട്ടിയിട്ടിരിക്കണതാണെങ്കിലും അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഇങ്ങനെ ചെറിയ ബോട്ടുകൾ കാണാൻ പറ്റും കേട്ടോ. മീൻ പിടിക്കാൻ പോണവരുടെ നമുക്ക് ഇപ്പുറത്ത് ഫുള്ള് ഇങ്ങനത്തെ ഐസ്ക്രീം കടകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ആ ഒരു വ്യൂ എന്തായാലും ഈ സൈഡ് കൊള്ളാട്ടോ. എല്ലാവരും ഫോട്ടോ വെച്ച് വന്നു കഴിഞ്ഞാൽ ആ സൈഡ് മാത്രം പോരുത്. നമ്മുടെ മെയിൻ ആ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആട്ടോ. ഇതിന് കാണാത്തത് എന്തായാലും ഈ സൈഡ് വരണേ. അങ്ങനെ നടന്നൊരു വഴിയായി വന്നപ്പോഴത്തേക്ക് നമുക്ക് കറുപ്പ് ഉപ്പ് സോഡ കിട്ടിയിട്ടോ ദാഹം മാറ്റാനായിട്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഡിജിറ്റലി കുടിച്ചോ. ചിയേഴ്സ് ഗൈസ്. കൊള്ളാം. അങ്ങനെ നടന്നൊരു വഴിയായി വന്നപ്പോഴത്തേക്ക് നമുക്ക് കറുപ്പ് ഉപ്പ് സോഡ കിട്ടിയിട്ടോ ദാഹം മാറ്റാനായിട്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഡിജിറ്റലി കുടിച്ചോ. ചിയേഴ്സ് ഗൈസ്. കൊള്ളാം. ഇവിടെ നിന്ന് നമ്മൾ നേരെ മുന്നോട്ട് നോക്കുന്ന സമയത്ത് തന്നെ ആ അറ്റത്തൊരു അടിപൊളി വ്യൂ ആട്ടോ. ഈ ബീച്ച് ഞാൻ പറഞ്ഞ പോലെ ഈ സൈഡിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ വന്ന് നോക്കണത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു റിഫൈനറി കാണാൻ പറ്റും. റിഫൈനറി അവിടെ തന്നെ ഒരു ഫുൾ പ്രൊട്ടക്റ്റഡ് എയറൊക്കെ ആയിട്ടാണ് ഇട്ടിരിക്കണം. ഒരു അടിപൊളി ഒരു ചെറിയ ബീച്ച് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് മൊത്തത്തിൽ. ഈ സൈഡൊക്കെ ചിലവർ വന്നിട്ടുണ്ടാവില്ല. വരാണെങ്കിൽ നിങ്ങൾ ആ സൈഡിൽ മാത്രം ഒതുങ്ങുന്നത് കേട്ടോ. ബീച്ചിൻ്റെ അവിടെ നിന്ന് മേലോട്ട് കയറി ഇപ്പുറത്തെ സൈഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് ഒരു എക്സിറ്റ് ഉണ്ട്. ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല നമ്മുടെ അടിപൊളി ആ സ്ട്രീറ്റിൽ കൂടെയുള്ള നടത്താട്ടോ അത് ഫോർട്ട് കൊച്ചി. ഈ സമയം ഉണ്ടെങ്കിൽ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഓരോ ഗസ്റ്റ് ഹൗസുകളാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ വഴി കൂടെ നടന്നാൽ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് എത്താം കേട്ടോ. പക്ഷേ ഒരു എവിടെ നോക്കിയാലും നമുക്ക് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സബ് റോഡുകളായിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഏത് വഴിക്ക് തിരിഞ്ഞാലും നമ്മൾ കയറിയെടുത്ത് ചെന്ന് എത്താൻ പറ്റും. ഞാനിപ്പോൾ പുറത്തിറങ്ങി നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു വീടാട്ടോ. ഇത് കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവരിത് ചെയ്ത് വെച്ചേക്കണത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ വീടുകളും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഒരു പഴയ സ്റ്റൈലിലും
ഒരു ഫ്രഞ്ച് സ്റ്റൈലിലുള്ള വീടുകളൊക്കെ നമുക്ക് ഇവിടെ എന്തായാലും വന്ന് സ്പോട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു മാസ് എപ്പിക് സിനിമ നടന്നൊരു വീടാണ്. ആ സിനിമ കാരണം ഫേമസ് ആയ ഒരു വീടെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഇപ്പോൾ ഈ സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ട് ഓർക്കുമായിരിക്കും ബിലാലിൻ്റെ. അവിടേക്ക് തന്നെയാണ് നമ്മൾ ചെന്ന് എത്തണത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബീച്ചിൻ്റെ അവിടേക്ക് തന്നെ എത്താൻ പറ്റും. വാസ്കോ ഹോം സ്റ്റേ ചെയ്തിട്ടിരിക്കണുണ്ടല്ലേ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു ഐഡൻറ്റിക്കൽ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കണത് സേവ് ദ ഡേറ്റ് ഷൂട്ടും, നമുക്ക് എന്ത് നോക്കിയാലും ഇവിടെ തന്നെയാണ് ഷൂട്ട് നടക്കുക. സേവ് ദ ഡേറ്റ് ആണെങ്കിലും കപ്പിൾസ് ആണെങ്കിലും എല്ലാവരും വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലവും ആ ഒരു വീടാണിത്. ഒരു മെയിൻ അട്രാക്റ്റീവ് പ്ലേസ് ആണ് കേട്ടോ അത്. ഇത് ബസ്റ്റീന സ്ട്രീറ്റിൽ നിന്ന് സ്ട്രീറ്റിലാണ് ഈ വീടുള്ളത്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ട്രീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ഫേമസ് ആണ്, എത്രത്തോളം ഇതാണ് തിരക്കുണ്ടാവുന്ന ഇവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇവിടെ ഒരു വീക്കെൻഡും അല്ലെങ്കിൽ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഫോട്ടോഷൂട്ടുകളാവട്ടോ. ഈ ഒരു സൈഡിൽ നമുക്ക് നിന്നൊരു ഫോട്ടോ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിലാലിക്കയുടെ വീടാണിത്. നിങ്ങൾക്ക് ബാക്കിൽ കാണുന്നത് ബിലാലിക്കയുടെ വീട്. ബിലാലിക്ക സ്റ്റെപ്പിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ഷോട്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു മാസീവ് എപ്പിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമയാണ്. അതേപോലെ ആ ഇമ്പാക്റ്റ് ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഈ സ്ഥലം കാണാനായിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഇതൊന്നും കേട്ടോ, ഈ സ്ട്രീറ്റിൽ നിന്ന് എത്തണ ആ അറ്റത്ത് മുട്ടണ സ്ഥലവും തന്നെ എല്ലാം കൊണ്ട് അടിപൊളിയാണ് കേട്ടോ മൊത്തത്തിൽ. ഇപ്പം നമ്മൾ ഈ കയറിയ വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിസംബിൾ ആയിട്ടുള്ള വഴി തന്നെയാണ് കേട്ടോ. ഈ വഴിയിലുള്ള കടകളുടെ വർക്കുകളും എന്തായാലും ഒരേപോലെ ഭംഗിയാണ് കേട്ടോ. ഈ ക്വേരി സ്ട്രീറ്റിലുള്ള ഈ സ്ട്രീറ്റിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ കാഴ്ചകൾ അറ്റം വരെ കിട്ടുക കേട്ടോ. ഇതൊക്കെ ഒരു സിനിമ ലൊക്കേഷൻ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു വഴിയാണ്. ഈ വഴിയൊക്കെ ഞാൻ സ്ഥിരം നടന്നു വന്നിട്ടുള്ള വഴി തന്നെ, എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വഴി തന്നെയാണ്. ഈ പ്രിൻസസ് സ്ട്രീറ്റിലോട്ട് തിരിഞ്ഞാലും ഇപ്പോൾ നമ്മൾ ഈ നേരെ കയറി പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നെത്തുന്നത് ഓൾഡ് ഹാർബർ ഹോട്ടൽ തന്നെയാണ് കേട്ടോ. ആ ഒരു ഐക്കോണിക്കായ ഹോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലും ഇവിടെ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ആ റോട്ടിൽ നിന്ന് നമ്മൾ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ട് ഈ സൈഡിൽ ഫുള്ള് റെസ്റ്റോറൻ്റ് ആട്ടോ. ഉച്ചത്തെ ഫുഡ് വേണമെങ്കിൽ കഴിക്കണവർക്ക് ഇവിടെ നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ അപ്പുറത്തുണ്ട്. പക്ഷെ മോസ്റ്റ്ലി കുറേ റെസ്റ്റോറൻറ്റ്സ് അടുപ്പിച്ചുള്ള ഒരു ഏരിയ ഇവിടെ ആട്ടോ. ബർഗർ സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള ഒരു കടയാണ് ഇത് മൊത്തം ഉള്ളത്. ഇവിടെ എല്ലാം അടുപ്പിച്ച് മറ്റെന്താ പറയുക, ഒരു ചെയിൻ പോലത്തെ റെസ്റ്റോറൻ്റാണ് ഫുള്ളായിട്ടുള്ളത്. ഈ കൊച്ചി അങ്ങനത്തെ എന്താ പറയുക കഫേ, കൊച്ചി കേരള കഫേ, അങ്ങനത്തെ സീ ഫുഡും അങ്ങനത്തെ നോൺ പ്രിഫർ ചെയ്യുന്നവർക്കൊക്കെ എന്തായാലും ഇവിടെ തന്നെ ഫുഡ്സത്തെ ലഞ്ച് കഴിക്കാം. ഞാൻ തിരിച്ചു പോകാനായിട്ട് വാട്ടർ മെട്രോ ചൂസ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ 1:50 നമുക്ക് അടുത്ത വാട്ടർ മെട്രോ വരുന്നത്. അപ്പോൾ അതിൽ കയറി നമുക്ക് ഹൈക്കോർട്ട് പോയി ഇറങ്ങാം. ഹൈക്കോർട്ട് എന്ന് പറയുമ്പോൾ മറ്റേ മേനക ബോട്ട് ജെട്ടി അവിടെ കേട്ടോ. പിന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് 40 രൂപയാണ് വന്നത്, 2 പേർക്കായിട്ട് 80 രൂപ. നമുക്കിവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് അകത്ത് കയറാം. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് അകത്ത് കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ ലൈനാണുള്ളത് ഇവിടെ നിന്ന്. നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് വന്നിരിക്കണത്. 1:50 ബോട്ട്. അപ്പോൾ നമ്മൾ അതുവരെ പോസ്റ്റ് ആവാനുള്ള എല്ലാ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. എവിടെ ചാർജ് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാർജ് ഇട്ട് കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരിക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യണം. 1:50 നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ബസ് ഇപ്പോൾ ഭയങ്കര കുറവായ സമയത്ത്. അപ്പോൾ വാട്ടർ മെട്രോ ആണെങ്കിൽ നമുക്ക് വേഗം അപ്പുറത്തേക്ക് എത്താനും പറ്റും. ബസ്സാണെങ്കിൽ ചുറ്റി പിടിച്ച് ഒരു 45-50 മിനിറ്റൊക്കെ എടുക്കാം നമുക്ക് തിരിച്ച് ഹൈക്കോർട്ടിൻ്റെ അവിടെ എത്താനായിട്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം ബോട്ട് കറക്റ്റ് എത്തിയിരിക്കുക കേട്ടോ. അവിടെ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നമ്മളിത് ബോട്ടിലേക്കായിട്ട് കയറാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. ടിക്കറ്റ് കാണിച്ച് ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ സ്കാൻ ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ചെന്ന് കയറാൻ പോകുന്നത് വാട്ടർ മെട്രോയിലേക്കാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു സേഫ് സ്ഥലം പിടിക്കണം. ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ. കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് കയറാൻ പോണത്. ഇവിടെ നിന്ന് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നേരെ പോകുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കാട്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ ആദ്യത്തെ വാട്ടർ മെട്രോ റൈഡിനായിട്ട് ഞാൻ വാട്ടർ മെട്രോയുടെ അകത്ത് വന്നിരിക്കുക കേട്ടോ. എത്ര നേരം എടുക്കുന്നൊന്നും അറിയില്ല, ഒരു 20 മിനിറ്റ്സ് കാണും തോന്നുന്നു ഇവിടെ നിന്ന് നമുക്ക് ഹൈക്കോർട്ട് വരെ പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ, ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഞാൻ ക്യാപ്ചർ ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. എനിക്ക് എൻജോയും ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിക്ക് ഞാൻ ഷൂട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇവർ നേരെ റിവേഴ്സ് പോയിട്ടാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് എങ്ങനെ പോയാലും ഹൈക്കോർട്ട് എത്താൻ പറ്റും. പതുക്കെ റിവേഴ്സ് എടുത്ത് തുടങ്ങുകയാണ് ബോട്ട്. റിവേഴ്സ് പോകുമ്പോൾ തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ടോ. ഇനിയിപ്പോൾ ഏത് ഡയറക്ഷനിലാണ് പോകാമെന്നൊന്നും അറിയില്ല. ബോട്ട് റിവേഴ്സ് എടുക്കണതാണ് നമുക്ക് കാണാൻ പറ്റണത്.
നമുക്ക് വാട്ടർ മെട്രോടകത്ത് യാതൊരു വിധ ടർബുലൻസ് അങ്ങനെ ഒന്നും തോന്നില്ല കേട്ടോ. എന്താ പറയുക, നമുക്ക് അകത്തിരുന്ന് പോകണമെന്ന് തന്നെ ഒരു ഫീൽ ഇങ്ങനെ തോന്നിയില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയായിട്ട് നമുക്ക് അകത്ത് കിട്ടിയത്. അങ്ങനെ നമ്മളൊരു 25 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഹൈക്കോട്ട് എത്തിയിരിക്കട്ടെ. നമ്മൾ ബസ്സിന് പോകണമെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 അവറിൻ്റെ അടുത്ത് വരണതാണ് നമ്മൾ ഈ വാട്ടർ മെട്രോയിൽ. ഇപ്പോൾ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തിയത്. ഇടയ്ക്കൊന്ന് ബോട്ടൊന്ന് സ്ലോ ചെയ്ത് ഓഫ് ചെയ്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേറെ ബോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരെടുത്തൊരു സമയമായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മളിത് ഇപ്പോൾ പുറത്തിറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ മെട്രോനോട് ബൈ പറഞ്ഞത് നേരെ നമ്മൾ ഹൈക്കോട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടുത്തത് പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാട്ടോ. നമുക്കൊന്ന് മറൈൻ ഡ്രൈവ് കൂടെ ഒന്ന് ചുറ്റി കറങ്ങാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ പ്ലാൻ എന്താണെന്നുള്ളത് ഞാൻ അവിടെ നിന്ന് പറയാം കേട്ടോ. നമ്മളിത് സ്റ്റേഷനിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചത് പുറത്ത് വന്നിരിക്കുക കേട്ടോ, ഹൈക്കോട്ടിൻ്റെ. ഇതാണ് ഹൈക്കോട്ട് വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ പുറത്ത്. ഇനി നമ്മൾ നേരെ പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. അങ്ങനെ നമ്മളെല്ലാം അവസാനിപ്പിച്ചത് മറൈൻ ഡ്രൈവിലേക്ക് വന്നിരിക്കുക കേട്ടോ. മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് കൊച്ചിയുടെ ഒരു വൺ ഓഫ് ദ ഫേമസ് സ്പോട്ടാണ്. ഒരു ഈവനിങ് സമയത്ത് ആൾക്കാരൊക്കെ ചില്ലടിക്കാനും അതേപോലെ റിലാക്സ് ചെയ്യാനും ഒരു ഈവനിങ് വാക്കിന് വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. നമുക്കിവിടെ വേറെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈഡ് വ്യൂ ഇങ്ങനെ ഒരു കായലൊരു സൈഡ് വ്യൂ കണ്ട് ആസ്വദിച്ചിരിക്കാം. അതേപോലെ എനിക്കിവിടെ ഒരു ഇഷ്ടമില്ലാത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടുകാരുടെ ഒരു സ്കാമാണ്. വന്ന് വെറുതെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യും. നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പോലും വീണ്ടും വീണ്ടും വരും. അങ്ങനെ ഒരു കുഴപ്പം ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെന്താ, എല്ലാവർക്കും ഒരു ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. പ്രത്യേകിച്ച് ഒരു ഈവനിങ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള രീതിക്ക് തന്നെ ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാട്ടോ. അതുകൊണ്ട് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമുക്ക് ബോട്ട് ജെട്ടിയും വരുന്നത്. സോ അവിടെ നിന്ന് ബോട്ടിങ്ങിന് പോകുന്നവർക്ക് അവിടെ നിന്ന് നമുക്ക് ബോട്ട് പിടിച്ച് പോകാനുള്ളൊരു ആക്സസും ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് ഞാൻ പറഞ്ഞ പോലെ രാത്രി എല്ലാവരും വന്നിട്ട് എന്താ പറയുക നടക്കലും. ഈ ഒരു സ്ക്വയറൊക്കെ ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന ഈ സൈഡിലിരിക്കുന്ന സ്ക്വയറൊക്കെ ഒരു 7 മണി 6:30 ആകുമ്പോഴത്തേക്ക് നല്ല എന്താ പറയുക ആൾക്കാർ നടക്കാൻ വന്നിട്ടും ജോഗിങ്ങിന് വരുന്നവരൊക്കെ മൊത്തം ഇവിടെ വന്നിട്ടാട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് സൺസെറ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ ബോട്ടും ഈ കായലൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു സൺസെറ്റ് വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുക. ഇവിടെ വന്നൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ വെയിലായതുകൊണ്ടാണ് ഒരു ഭംഗിയില്ലാത്തത്. 5:30 സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഒരു സൺസെറ്റ് വരുന്ന സമയത്ത് ഈ ബോട്ടിൽ കൂടെ വരുന്നതും പോകുന്നത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് കൊച്ചി ഒന്ന് കറങ്ങി കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു 3 സ്ഥലം കവർ ചെയ്തിട്ടുണ്ട്. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നല്ല രീതിക്ക് തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു രാവിലെ ഇറങ്ങിയത് നമ്മളിപ്പോൾ ഒരു 4-4:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് കറങ്ങി നമ്മൾ അവസാനിപ്പിക്കാനായിട്ടുള്ളൊരു പരിപാടിക്ക് വരികയാണ്. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിട്ട് എനിക്ക് എൻ്റെ വീഡിയോ അടുത്ത അടിപൊളിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.